എൻ്റെ പേര് സുധ. ഞാൻ കഴക്കൂട്ടത്തു നിന്നാണ് വരുന്നത്. എൻ്റെ കാലിൻ്റെ അസുഖത്തിന് വേണ്ടിയാണ് 9 വർഷം കൊണ്ട് എൻ്റെ കല്ല് വീണ് കാലൊടിഞ്ഞതാണ്. മുറി പൊറുക്കുന്നില്ലായിരുന്നു. തിരുവനന്തപുരത്ത് എല്ലാ ആശുപത്രിയിലും പോയിരുന്നു. 5-6 ആശുപത്രിയിൽ ഞാൻ പോയിരുന്നു. മെഡിക്കൽ കോളേജ്, പിന്നെ സ്തീപോട്ട്, നെല്ലാശുപത്രി, എല്ലാ ആശുപത്രിയിലും പോയിരുന്നു. അപ്പോൾ കാല് കുറവായില്ല, സുഖമായില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ഞാൻ ഒരാൾ പറഞ്ഞ് ഇവിടെ വന്ന് കൊല്ലങ്കോട് വന്ന് ആ ആശുപത്രിയിൽ നിന്ന് എനിക്ക് ചികിത്സ തന്ന് ഇപ്പം നല്ല സുഖമായി. എൻ്റെ പേര് വിശ്വനാഥൻ. സുധയുടെ കാലിൻ്റെ അസുഖത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. 9 വർഷത്തിന് മുൻപ് കൂലിപ്പണിക്ക് പോയപ്പോൾ കരിങ്കല്ല് വീണ് മുറിഞ്ഞതാണ് കാല്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ചികിത്സിച്ച്, വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി. അതുപോലെ തന്നെ SP സ്പോട്ട്, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, നെടുമങ്ങാട് ആശുപത്രി, അതുപോലെ തന്നെ കുറേ വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി, ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി. എന്നിട്ടും കാല് വ്രണം പൊറുക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ബന്ധു തന്നെ ഒരു കുട്ടി ഇവിടെ വന്ന് ചികിത്സിച്ച്, ഈ അമൃതസുരഭി ആശുപത്രിയിൽ വന്ന് ചികിത്സിച്ച് ഭേദമായതിൻ്റെ പേരിൽ ഞങ്ങളോട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് 3 മാസം, ആദ്യം 21 ദിവസം ഡോക്ടർ ആദ്യം പറഞ്ഞ് ഉറപ്പ് തന്നതിന് ശേഷമാണ് ഞങ്ങളിവിടെ അഡ്മിറ്റായത്. അന്ന് വന്നപ്പോഴേ ഉറപ്പ് കിട്ടുമെങ്കിൽ മാത്രമേ കിടത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഉറപ്പ് തന്നു. അങ്ങനെയാണ് ഇവിടെ അഡ്മിറ്റാക്കി. 21 ദിവസത്തെ കാലാവധിയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് വ്രണം പുറത്ത് വരുന്നതനുസരിച്ച് ഡേറ്റ് മാറി ഇപ്പോൾ 3 മാസമായി. ഇപ്പം നല്ല രീതിയിൽ വ്രണം പുറത്തു. നമുക്കിപ്പോൾ വിശ്വാസമായി, പൊറുക്കും എന്നുള്ള വിശ്വാസമായി. അപ്പം കാശ് എത്രയായിരുന്നാലും കുഴപ്പമില്ല, ഇത് പുറത്ത് കിട്ടണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. അപ്പോൾ നല്ല പുറത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഡിസ്ചാർജ് ചെയ്യണ കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി വീട്ടിൽ പോയി നമ്മൾ ചികിത്സിക്കാം, അത് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു, വീഡിയോ ഇട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അതുപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളിന്ന് ഡിസ്ചാർജ് ആകുന്നത്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് നമ്മളോട് ഇടപഴകിയതും അവിടെ ഇടപെടൽ തന്നെ നല്ല സ്നേഹത്തോടെയുള്ള ഇടപെടൽ കൊണ്ട് തന്നെ നമ്മുടെ രോഗം കൂടുതലും മാറി എന്ന് തന്നെ പറയാം.